ഇപ്പൊ ബാങ്കിൽ തന്നെ വിളിച്ചായിരുന്നു. അപ്പൊ ഈ എമൗണ്ട് തിരിച്ച് റിട്ടേൺ വന്നിട്ട് നമ്മുടെ ബിസിനസ് അക്കൗണ്ട് ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ് ഇൻവെസ്റ്ററിന്റെ. നീ എന്ത് മാനേജർ എന്ന് പറഞ്ഞു? നീ ഫിനാൻഷ്യൽ മാനേജറോ? നീ പത്തി പഠിച്ചിട്ടുണ്ടോ? എടാ പോടാ അവിടുന്ന്. ബ്രാഞ്ച് എവിടെയാണ് വരുന്നത്? അറിയത്തില്ല കമ്പനിയോടാണ്. കമ്പനി എവിടെയാ? ഇല്ല, അറിയില്ല. സാർ ഇത്ര എമൗണ്ട് തന്നെ സാർ അടച്ചത്. കമ്പനിയുടെ പേര് അറിയാവോ? ഞാൻ എവിടെ അടച്ചു എമൗണ്ട്? സാറ് പൈസ അടച്ചില്ലേ? ഇല്ല. എടാ നീ നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ മലയാളികൾ സൈബർ തട്ടിപ്പിൽ പെട്ടുപോകാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ചാനലിൽ വരുന്ന ഓരോ വീഡിയോസും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇതിൽ കാണിക്കുന്ന കണ്ടന്റുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് പറയുന്നത് ഉറപ്പാണ്. വെറും ഒരു ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഓപ്പൺ ചെയ്ത് 1 ലക്ഷം മുതൽ 5 ലക്ഷം വരെ വായ്പ ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ കയറിയിട്ട് എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ ബാങ്കിലെ സ്റ്റാഫിനെ പോലെ പറ്റിച്ച ഒരു കഥയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഒരു ഫേക്ക് ലോൺ ആപ്പിന്റെ കഥ പറയാൻ വേണ്ടി ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ പെട്ടുപോയവർക്ക് വിളിക്കാൻ വേണ്ടി നമ്പർ ഞാൻ കൊടുത്തിരുന്നു. ആ നമ്പറിൽ വിളിച്ചുകൊണ്ടാണ് ഒരു യുവതി പറയുന്നത് എന്റെ 40,000 രൂപ അവർ പറ്റിച്ചു. പിന്നെ 5,000 രൂപ അയക്കാൻ പറഞ്ഞു, അത് ഞാൻ അയച്ചു കൊടുത്തു. പിന്നെ ഒരു 10,000 ചോദിച്ചു. അപ്പോഴാണ് തട്ടിപ്പാണെന്ന് മനസ്സിലാവുന്നതെന്നുള്ളത്. അവർ പറഞ്ഞു മലയാളികളാണ് ഞങ്ങളെ പറ്റിച്ചത്, എക്സിക്യൂട്ടീവ് ആണെന്ന് പറഞ്ഞുകൊണ്ട് വാട്സപ്പിൽ വന്നുകൊണ്ട് ഒരു തരത്തിൽ സംശയം തോന്നാത്ത വിധത്തിൽ അവർ ഞങ്ങളെ പറ്റിച്ച് കടന്നുപോയി എന്ന് പറഞ്ഞു. ആ നമ്പർ ഞാൻ വാങ്ങിച്ചു, അതിൽ ഞാൻ ചാറ്റ് ചെയ്തു, ഫേക്ക് വിവരങ്ങൾ വെച്ചുകൊണ്ട് ഇവരെവിടം വരെ പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഒറ്റ ഒരുത്തനും ഇതിൽ പോയി പെടാൻ പോകരുത്. ഭാവിയിൽ നമ്മൾ മലയാളികൾ മൊത്തം ഇവരെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇവർക്ക് 5 പൈസ നമ്മൾ അയക്കാൻ പാടില്ല. ഇവർ അടിമപ്പണി എടുക്കുന്ന ആൾക്കാരാണ് കംബോഡിയയിൽ. അതിന്റെ വിവരങ്ങളിലേക്ക് വരാം. ഞാൻ തെളിവ് സഹിതം നിങ്ങളെ കാണിക്കാം ഓരോന്നോരോന്നായിട്ട്. തട്ടിപ്പിനേരെയായിട്ടുള്ള യുവതി എനിക്ക് എന്നൊരു കോൺടാക്റ്റ് ആണ്. അർജുൻ എന്നാണ് അവന്റെ പേര്. ഞാനും അതുപോലെ തന്നെ അർജുൻ ലോൺ എന്ന് പറഞ്ഞ് സേവ് ചെയ്തു. ഇവൻ എവിടം വരെ പോകുമെന്നറിയാൻ വേണ്ടി ഇവരോട് ഞാൻ ചാറ്റ് ചെയ്തു. അപ്പം നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല ഗൈസ്. ഇവർ പോകുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ഇവർ സംസാരിക്കുന്നത് നമ്മളെടുത്ത്. കണ്ടോ, ഇവർക്ക് അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഞാൻ ഇവനായിട്ട് ചാറ്റ് ചെയ്ത ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളെ കാണിക്കാം. വെയിറ്റ് ചെയ്യും. കണ്ടോ, ഹായ് എന്ന് അയച്ചു. അതിന് താഴെ ഹലോ ഐ ആം ലോൺ അഡ്വൈസർ അർജുൻ, ഐ വിൽ ഹെൽപ്പ് യു എന്ന് പറഞ്ഞിട്ട് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. തമിഴ്, ഹിന്ദി ഓർ മലയാളം. ഞാൻ മലയാളം നടിച്ചു. എനിക്കൊരു ബിസിനസ് ലോൺ വേണമെന്ന് ഞാൻ പറഞ്ഞു. വോയിസ് കോൾ ചെയ്തു, എടുത്തില്ല. പിന്നെ മൺഡേയിലാണ് ഞാൻ ആദ്യം കോൺടാക്ട് ചെയ്യുന്നത്. ഇവനെ ഏകദേശം ഒരു 2 ദിവസം മുമ്പായിരുന്നു, തേഴ്സ്ഡേ ആയിരുന്നു. ഫ്രൈഡേയും അവൻ കോൺടാക്ട് ചെയ്തില്ല. മൺഡേ ആണ് നിങ്ങളുടെ പേര് പറയൂ, നിങ്ങളുടെ സ്ഥലം പറയൂ, ജോലി പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ ഫുൾ നെയിം ഞാൻ പറഞ്ഞു കൊടുത്തില്ല. ഉദയ്, മലപ്പുറം, സെൽഫ് എംപ്ലോയ്ഡ് ആണ്. എനിക്ക് 46, ഇതൊക്കെ ഫേക്ക് ആണ് കേട്ടോ, 46,000 രൂപ സാലറി ഉണ്ട്. എൻ്റെ എല്ലാ ലോണുകളും ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം ഇവൻ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ലോൺ ഉണ്ടോ എന്നുള്ളത്. ഞാൻ എല്ലാം ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു. ഓക്കെ അടിച്ചു. ഇവൻ പിന്നെ ഒരു വ്യാജ വെബ്സൈറ്റ് എനിക്ക് അയച്ചു തരികയാണ്. കണ്ടോ, ഇതാണ് കമ്പനിയുടെ പേര്. എൻഫ്യൂഷൻ, കർണാടകയിലെ ബാംഗ്ലൂരിലാണ് ആസ്ഥാനം. ഇത് കുറഞ്ഞത് 50,000 മുതൽ പരമാവധി 5 ലക്ഷം വരെ വായ്പ നൽകുന്നുണ്ട്. നിങ്ങൾ 9 മാസം മുതൽ 42 മാസം വരെ തിരിച്ചടവ് കാലയളവ് തിരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഡീറ്റെയിൽസ് അയച്ചു. എന്നിട്ട് അവൻ്റെ ഒരു ലിസ്റ്റ് അയച്ചു തന്നതാ. ഇതാണ് ലിസ്റ്റ്. ഇത്ര എമൗണ്ട് നമുക്ക് ചൂസ് ചെയ്യാം. കണ്ടോ, ലോൺ 50,000 ആണെങ്കിൽ നമുക്ക് 12 മാസം കൊണ്ട് ക്ലോസ് ചെയ്യാം, 18 മാസം കൊണ്ട് ക്ലോസ് ചെയ്യാം, 24 മാസം കൊണ്ട് ക്ലോസ് ചെയ്യാം, 36 മാസം കൊണ്ട് ക്ലോസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഡാറ്റ അവൻ എനിക്ക് അയച്ചു തന്നു. ഞാൻ പറഞ്ഞു എനിക്ക് 2 ലക്ഷം വേണം, ഞാനത് 18 മാസം കൊണ്ട് ക്ലോസ് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ വോയിസ് കേൾക്കാം അവൻ പറഞ്ഞ എന്താന്നുള്ളത്. ഞാൻ പറയുന്നുണ്ടായിരുന്നു ബിസിനസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. 2 ലാക്ക് 1 ലക്ഷം പേരാണ് നമ്മളൊരു പുതിയ കസ്റ്റമർ ലോൺ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ 2 ലാക്ക് സാറിന് ബിസിനസ് ആവശ്യത്തിനായതുകൊണ്ട് ഞാൻ റിക്വസ്റ്റിംഗ് എല്ലാം ചെയ്യാം. അപ്പൊ സാർ ചെയ്യുന്നുണ്ടെങ്കിൽ ആധാർ കാർഡിന്റെ പാൻ കാർഡിന്റെ ഫോട്ടോ എടുത്ത് അയക്കുക കേട്ടോ. പ്രൂഫ് വെരിഫിക്കേഷൻ ചെയ്ത് നമ്മളെ കമ്പനി ഒഫീഷ്യൽ ലിങ്ക് ആണ് ചെയ്യുന്നത്, അയച്ചു തരുന്നത്. അതുവഴിയാണ് സാർ രജിസ്ട്രേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ സാർ ചെയ്യുന്നുണ്ടെങ്കിൽ ആധാറിന്റെ പാൻ കാർഡിന്റെ ഫോട്ടോ എടുത്ത് അയക്കാൻ. കണ്ടോ, അവൻ പറഞ്ഞത് കേട്ടോ. അവന് 1,50,000 പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സാറിന് ഞാൻ സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് 2 ലക്ഷം തരാം. അവൻ ആധാർ കാർഡും കാര്യങ്ങളും അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കൊടുത്തു. ഫേക്കാണ് കേട്ടോ. ഈ കാണുന്ന ഈ മുഖമുള്ള ഇവനുണ്ടല്ലോ, ഇവൻ ഏതോ ഒരു സൈബർ ക്രിമിനലാണ്. ഞാൻ അവൻ്റെ ഫോട്ടോ വെച്ച് ഞാനൊരു ആധാർ കാർഡ് അയച്ചു കൊടുത്തു. അതുപോലെ അവൻ്റെ ഫോട്ടോ വെച്ച് ഞാനൊരു പാൻ കാർഡ് അയച്ചു കൊടുത്തു. പിന്നെ പറഞ്ഞു അവൻ ഇങ്ങനെ സെൽഫി ആയിട്ട് കയ്യിൽ കാർഡ് വെച്ച് നിൽക്കുന്ന ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. കണ്ടോ, അതിന്റെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം. കസ്റ്റമർ വെരിഫിക്കേഷൻ ഫോട്ടോ ആണ്. സാറിന്റെ ഫേസും ആധാർ കാർഡും കിട്ടുന്നു അല്ലെ. ആധാർ കാർഡ് കയ്യിൽ പിടിച്ചിട്ട് സെൽഫി എടുത്ത് അയച്ചാൽ മതി. ഇപ്പൊ നമ്മൾ ഓൺലൈൻ വഴിയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റമറിനെ ഡയറക്റ്റ് വെരിഫിക്കേഷനോ കാര്യങ്ങളോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് കസ്റ്റമർ വെരിഫിക്കേഷൻ ഫോട്ടോ മേടിക്കുന്നത്. സാറിന്റെ പ്രൂഫ് വെച്ച് സാർ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. വെരിഫിക്കേഷൻ ഫോട്ടോ ആണ്. ആധാർ കാർഡ് കയ്യിൽ പിടിച്ചിട്ട് സെൽഫി എടുത്ത് അയച്ചാൽ മതി കേട്ടോ. കണ്ടോ, ഇത് ഫേക്ക് ആണ്. ഇത് ഫോട്ടോഷോപ്പിൽ ഞാൻ ചെയ്ത ഫേസ് ആണിത്. ഇത് പക്ക ഫേക്ക് ആണ്. ഞാനൊന്നും അല്ല കേട്ടോ ഇത്. ഇവർ സൈബർ ക്രിമിനൽ ആണ്. സൈബർ ക്രിമിനലിൽ അറസ്റ്റ് ചെയ്തൊരു വ്യക്തിയാണ്. അവൻ്റെ ഫോട്ടോ സർക്കാർ തന്നെ പബ്ലിഷ് ചെയ്തതാണ് ഓൺലൈനിൽ. അതാണ് ഞാൻ ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത്. ഇനി നോക്കിയോ, നിങ്ങൾ ഈ സിറ്റ് ഓക്കെ എന്ന് ചോദിച്ചു. ഓക്കെ ആണെന്ന് പറഞ്ഞു. ഇനി അവൻ പറഞ്ഞത് കേട്ടോളൂ.
സാറേ ഞാനേ ഇപ്പൊ ഒരു 3 ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ട്. അപ്പൊ ഈ 3 ഫോട്ടോനെ അതിന് ആഡ് ചെയ്യാം. ആധാർ കാർഡിന്റെ ഫ്രണ്ട്, ബാക്ക്, ആധാർ കാർഡ് കയ്യിൽ പിടിച്ചിരിക്കുന്ന ഫോട്ടോ. അപ്പൊ ഈ 3 ഫോട്ടോനെ ID കാർഡ് ഫോട്ടോ ചോദിക്കും. ഇത് ഞാൻ അവൻ അയച്ചു കൊടുത്തത് തിരിച്ചയച്ചു തന്നതാണ്. ഈ 3 ഫോട്ടോയും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം, അവർ ലിങ്ക് അയച്ചിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇതാണ് ആ ലിങ്ക്. ഞാൻ അതിൽ കയറി എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു. എല്ലാം കൊടുത്തത് ഫേക്കാണ്. നോക്കോളൂ. വീഡിയോ കണ്ടിട്ട് മാത്രം ലിങ്ക്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടാണ് അവൻ ചെയ്യാൻ പറഞ്ഞത്. ഞാനത് കണ്ടു. അതുപോലെ ഞാൻ വെബ്സൈറ്റിൽ ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഡൺ പ്ലീസ് ചെക്ക് എന്ന്. അപ്പോൾ അവൻ ഇങ്ങനൊരു സാധനം എനിക്ക് അയച്ചു തന്നു. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാനാണ് പറഞ്ഞത് ഇതിൻ്റെ. സാറേ ഈ ലിങ്ക് ഓപ്പൺ ആക്കിയിട്ട് വരുന്ന പേജ് എനിക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കും സാറേ. ഞാൻ അയച്ചു കൊടുത്തു. ഇതെല്ലാം ഫേക്കാണ്. ഞാൻ കൊടുത്തത് ഫേക്കാണ്. ഇപ്പം ഒറിജിനൽ ഒരു ആധാറാണ് അല്ലെങ്കിൽ പാൻ കാർഡാണ് നമ്മൾ കൊടുത്തെന്നുണ്ടെങ്കിൽ അവൻ അത് വെച്ച് ചെക്ക് ചെയ്തിട്ട് അവൻ പറയണം അത് ഒറിജിനൽ അല്ല എന്നുള്ളത്. അവൻ ഓതറൈസ്ഡ് ആളാണെന്നുണ്ടെങ്കിൽ. ഇവൻ കണ്ടോ, ഇവന് ഞാൻ ഫേക്കായിട്ട് അയച്ചു കൊടുത്ത കണ്ടന്റ് അവൻ എടുത്തിട്ട് പറയാണ് ചെക്ക് ചെയ്തു എല്ലാം ഓക്കെ ആണെന്ന്. കണ്ടോ. പിന്നെ ടൈം എടുക്കുമെന്ന് ചോദിച്ചു. ഓഡിറ്റ് മാനേജറുടെ നമ്പർ എനിക്ക് അയച്ചു തന്നു. ഇനിയാണ് കോമഡി കേട്ടോ. ചെക്ക് ചെയ്തു സാറേ. ഈ നമ്പറിലെ വാട്സപ്പ് ഉണ്ട്. ഈ നമ്പറിൽ കൂടെ ഈ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തിട്ടെ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യേ. നോക്കിയോ, ഞാൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കാണിച്ചു തരാം നിങ്ങളെ. ഈ നമ്പർ ആരാ നിങ്ങൾക്ക് കാണണ്ടേ എന്തായാലും. കണ്ടോ, അതിലും വലിയ സംഭവമാണ് ഇവിടെ കിടക്കുന്നത്. കണ്ടോ, ENF സോഫ്റ്റ്ടെക് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. ഫോട്ടോ കണ്ടോ, ഇത് അവരൊന്നും അല്ല. ഇതിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ബൈ അപ്പോയിൻമെൻറ്റ് ഓൺലി, വെനസ്ഡേ, അങ്ങനെ കുറേ സംഭവങ്ങൾ കിടക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, അതൊരു ബിസിനസ് പ്രൊഫൈലാക്കി എടുത്തേക്കാണ്. തേഴ്സ്ഡേ, ഞാൻ വെനസ്ഡേ ആണ് കോൺടാക്ട് ചെയ്തത്. സോറി, ഇന്ന് വെനസ്ഡേ ആണ്, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഞാൻ എല്ലാ ദിവസവും സാറ്റർഡേയും സൺഡേയും ക്ലോസ്ഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്. ഇവരുടെ ചെറിയൊരു ബ്രീഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്താണ് സംഭവം എന്നൊക്കെ. ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഒക്കെ ഫേക്കാണ്. ഇത് എല്ലാം ഫേക്കാണ് കണ്ടോ. ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവർ വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ വെബ്സൈറ്റിൽ കയറിയപ്പോഴത്തേനും അത് US കമ്പനിയാണ് കേട്ടോ. അവർക്ക് ഇന്ത്യയിൽ ബ്രാഞ്ച് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ റിയലാണെന്ന് നമുക്കറിയൊന്നുമില്ല. ഈ നോക്കിക്കോ, ഫസ്റ്റ് സ്റ്റാർട്ടിങ് നോക്കിക്കോ. കണ്ടോ, ഞാൻ ആ സ്ക്രീൻഷോട്ട് അവർക്ക് അയച്ചു കൊടുത്തതുണ്ട്. അപ്പം അവർ പറഞ്ഞു താങ്ക് യു ഫോർ കണക്റ്റിംഗ് വിത്ത് എൻഫ്യൂഷൻ സോഫ്റ്റ്ടെക് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. ഓഡിറ്റ് മാനേജർ മിസ്റ്റർ അലങ്കൃത മേനോൻ ഈസ് അസിസ്റ്റിംഗ് യു. ഇത് അലങ്കൃത മേനോനാണെന്ന് ഈ സാധനം. ഞാൻ അയച്ചു കൊടുത്ത ഡീറ്റെയിൽസ് കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ ഫോൺ നമ്പർ ഇതാണ്. എമൗണ്ട് റിക്വസ്റ്റഡ് 2 lakhs 18 month കൊണ്ട് ഞാൻ അടയ്ക്കാമെന്ന് പറഞ്ഞത്. ഗുഡ് മോർണിംഗ് മിസ് അലങ്കൃത മേനോൻ, ഓഡിറ്റ് മാനേജർ ഓഫ് എൻഫ്യൂഷൻ സോഫ്റ്റ്ടെക് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, ബാംഗ്ലൂർ. എനിക്ക് ഇതൊരു വോയിസ് ഇവർ ഫോർവേഡ് ചെയ്ത് തന്നു. ആ ഫോർവേഡ് ചെയ്ത വോയിസ് അപ്രൂവ്ഡ് ആണ് നിങ്ങളുടെ ലോണ് എന്ന് പറയുന്നുണ്ട്. അതിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് മാനേജർ മിസ്റ്റർ സ്റ്റീവ് ഫിലിപ്പ് അയച്ച ഓഡിയോ ആണ് എന്ന് പറയുന്നുണ്ട്. ഇത് എന്ത് കണ്ടിട്ട് ഇവർ അപ്രൂവ് ചെയ്തത്? എൻ്റെ ആധാർ നമ്പറും പാൻ കാർഡ് നമ്പറും മാച്ചിങ് അല്ല, രണ്ടും ഫേക്കാണ് ഞാൻ അയച്ചു കൊടുത്തത്. ഫോട്ടോ ഫേക്കാണ്. എന്താണ് പിന്നെ ഇവർ അപ്രൂവ് ചെയ്ത് നോക്കാമല്ലോ. എന്താണ് നമ്മൾ ഓഡിറ്റ് മാനേജർക്ക് പറയാനുള്ളത് നോക്കാം. ഓഡിറ്റ് മാനേജർ അല്ല, സോറി, ഈ മിസ്റ്റർ സ്റ്റീവ് ഫിലിപ്പ് കൊണാണ്ടർക്ക് എന്താ പറയാനുള്ളത് നോക്കാം. മെസ്സേജ് അയക്കുന്നത് ലാസ്റ്റ് വന്നിട്ട് നിങ്ങളുടെ പ്രൊഫൈലിലെ ബാക്കി ആപ്ലിക്കേഷൻസ് കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത്. ഈ മെസ്സേജ് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരുന്നത് നിങ്ങളുടെ ഓഡിറ്റിലെ മാനേജർ ആയിരിക്കും. നിങ്ങളുടെ പ്രൊഫൈലിലെ ബാക്കി എല്ലാ പ്രോസസ്സും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആളായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ലോണിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി മാത്രമേ ഈ ഒരു മെസ്സേജ് അയക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ലോൺ അപ്രൂവ്ഡ് ആണ്. അപ്പോൾ നമ്മുടെ കമ്പനി ഡീറ്റെയിൽസ് ബാക്കി കാര്യങ്ങളെല്ലാം അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്താൽ നമ്മുടെ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ഉണ്ടല്ലോ, ആളെ കോൺടാക്ട് ചെയ്താൽ മതി. ബിക്കോസ് ഈ മെസ്സേജ് അയക്കുന്ന ആൾ വന്നിട്ട് ഓഡിറ്റിലെ മാനേജറാണ്. അപ്പോൾ നിങ്ങൾക്ക് കമ്പനിയുടെ എന്തെങ്കിലും ഡീറ്റെയിൽസോ അല്ലെങ്കിൽ കൂടുതൽ എന്ത് കമ്പനിയെ പറ്റി അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവിനെ കോൺടാക്ട് ചെയ്താൽ മതി. ബിക്കോസ് അവരുടെ മെയിൻ ഡ്യൂട്ടി തന്നെ നിങ്ങളെ അസിസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ലോൺ അപ്രൂവ്ഡ് ആണ്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ പുതിയ കസ്റ്റമറാണ്. നമ്മൾ വലിയ പരിചയ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങളുടെ ലോൺ അപ്രൂവ്ഡ് ആയതുകൊണ്ടിട്ട് തന്നെ നമ്മളെല്ലാ പുതിയ കസ്റ്റമേഴ്സിൻ്റെ അടുത്തും ഡയറക്റ്റ് ആയിട്ട് ഓഫീസിൽ വന്ന് പേയ്മെന്റ് വാങ്ങിക്കാനാണ് പറയുന്നത്. നമ്മൾ ആപ്ലിക്കേഷൻ മാത്രമേ ഓൺലൈനായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ബിക്കോസ് നമ്മൾ RBI രജിസ്റ്റേർഡ് ആണ്. നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നോക്കിയാൽ മനസ്സിലാവും. അപ്പം നമ്മൾ എല്ലാ പുതിയ കസ്റ്റമേഴ്സിനും ഡയറക്റ്റായിട്ട് ഇവിടെ വന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ലോൺ അപ്രൂവ്ഡ് ആണ്. അപ്പോൾ വിത്ത് ഗ്യാരണ്ടർ, നമുക്ക് പുതിയ കസ്റ്റമേഴ്സിന് ഗ്യാരണ്ടേഴ്സ് നിർബന്ധമായിട്ട് വേണം. അപ്പോൾ ഗ്യാരണ്ടർ ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് അയച്ച് തന്നാൽ ചെക്ക് ചെയ്തിട്ട് നമ്മൾ അപ്പോയിൻമെന്റ് എടുത്ത് തരും. ഡെഫിനറ്റ്ലി ഗവൺമെന്റോ അല്ലെങ്കിൽ പ്രൈവറ്റ് ജോബോ ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷേ പ്രോപ്പറായിട്ട് സാലറി സ്ലിപ്സ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കും. ആൾ ഡീറ്റെയിൽസ് അയച്ച് തന്നാൽ ഞാൻ ചെക്ക് ചെയ്തിട്ട് അപ്പോയിൻമെന്റ് എടുത്ത് തരാം. ആ ഡേറ്റിൽ നേരിട്ട് ഇവിടെ വന്ന് ചെയ്യാം. അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി ആണ്, ഇപ്പോൾ ഇന്ന് തന്നെ ലോൺ വേണം, 2 ആഴ്ചയോളം വെയിറ്റ് ചെയ്തിട്ട് ഒരു ഗ്യാരണ്ടറായിട്ട് ഇവിടെ വന്ന് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ഗ്യാരണ്ടർ ഇല്ല, ഇന്ന് തന്നെ ലോൺ വേണ്ടതാണ്, അങ്ങനെ ഒരു എമർജൻസി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് ചെയ്യാം. അത് നമ്മുടെ ഓഡിറ്റ് മാനേജറെ കോൺടാക്ട് ചെയ്താൽ മതി. ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ഗ്യാരണ്ടി ഇല്ലാത്തതുകൊണ്ട് ഗ്യാരണ്ടി എമൗണ്ട് അടിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഗ്യാരണ്ടി എമൗണ്ട് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ലോൺ എമൗണ്ട് 10% ആയിരിക്കും, അല്ലെങ്കിൽ അതിന് തുല്യമായിട്ട് വരുന്ന EMI ആയിരിക്കും. രണ്ടാണെന്നുണ്ടെങ്കിലും അഡ്വാൻസ് ആയിട്ട് അടയ്ക്കേണ്ടത് തന്നെയാണ്. പിന്നെ നമ്മൾ RBI രജിസ്റ്റേർഡ് ആയതുകൊണ്ട് കസ്റ്റമേഴ്സിന് അഡ്വാൻസ് ആയിട്ട് പൈസ വാങ്ങരുത് എന്നൊരു ഓപ്ഷൻ കൂടി നമുക്ക് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് നമ്മുടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ RBI രജിസ്റ്റേർഡ് ആണെങ്കിൽ അങ്ങനെ അഡ്വാൻസ് പേയ്മെന്റ് മേടിക്കരുതെന്ന് അവനോട് പറയുന്നുണ്ടെന്ന് ആര് പറയുന്നുണ്ട്?
ഫീസ് അടച്ചാലും നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് തരാൻ നമ്മുടെ കമ്പനിയുടെ സൈഡിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു ഹെൽപ്പ്. ചുരുക്കി പറഞ്ഞാൽ ഇവൻ തട്ടിപ്പിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, തട്ടിപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് 2 ആഴ്ചയാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഡയറക്റ്റ് വന്ന് പേയ്മെൻറ്റ് മേടിക്കാം, ഒരു ഗ്യാരണ്ടിയറെ കൊണ്ടുവന്നാൽ മതി. അതല്ല സാറിന് ഇപ്പം തന്നെ ലോൺ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിൻ്റെ 10% അടയ്ക്കണം, അല്ലെങ്കിൽ 2 EMI അടയ്ക്കണം. മനസ്സിലായോ? തട്ടിപ്പ് വരുന്ന സംഗതി കണ്ടോ നിങ്ങൾ? ഇവർ ആദ്യം ഡയറക്റ്റ് വരാൻ പറയുന്നുണ്ടല്ലോ, അപ്പം നല്ല കമ്പനി ആയിരിക്കും, ഒറിജിനൽ ആയിരിക്കും നമ്മൾ വിചാരിക്കും. അവരെ ട്രിക്കാണത്, വീണ് പോവാതിരിക്കുക ആരും. കണ്ടോ? ഓൺലൈൻ വേണം, അർജന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. കണ്ടോ? കണ്ടോ? ഇവൻ തന്നെയാണിത്. ഇവൻ തന്നെ ഏതോ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഇവന്റെ സൗണ്ട് പെണ്ണുങ്ങളുടെ സൗണ്ടാക്കി മാറ്റിക്കൊണ്ട് ഇമാതിരി പറഞ്ഞ ഉടായിപ്പ് അലങ്കൃത മേനോന്റെ പ്രൊഫൈലിൽ വന്നിട്ട് ചിലച്ചോണ്ടിരിക്കുകയാണ് ഇവൻ. കണ്ടില്ല? ഇവൻ തന്നെയാണിത്. കേൾപ്പിച്ചുതരാം ഒന്നുകൂടെ. മീൻസ് ലോൺ അപ്ലോഡ് ആണ്, ഗ്യാരണ്ടി ഗ്യാരണ്ടനെ വെച്ച് ചെയ്യാം. ഇല്ല എമർജൻസി ആണെന്നുണ്ടെങ്കിൽ ഗ്യാരണ്ടി എമൗണ്ട് അടച്ച് ഓൺലൈനായിട്ട് ഇപ്പൊ ഇന്ന് തന്നെ ലോൺ വേണമെങ്കിൽ ഗ്യാരണ്ടി എമൗണ്ട് അടിച്ച് ഓൺലൈനായിട്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? ഇനി ഇതുകൂടെ കേട്ട് നോക്കുക. കണ്ടോ? മെസ്സേജ് അയക്കുന്നത് ഈ മെസ്സേജ് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരുന്നത് നിങ്ങളുടെ ഓഡിറ്റിലെ മാനേജർ ആയിരിക്കും. ഓഡിറ്റർ അവരുടെ കുഞ്ഞമ്മേടം. ഇവൻ തന്നെ ഏതോ ഒരു വോയിസ് ചേഞ്ചർ ആപ്പ് വെച്ചിട്ട് പെണ്ണുങ്ങളുടെ സൗണ്ടിൽ സംസാരിക്കുന്നതാണ് ഇവൻ. എന്റെ പൊന്ന് സൈബർ സെൽ ടീമുകളെ, നിങ്ങളെ വിളിച്ചിട്ട് ഓരോരുത്തർ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ് എന്തിനാണ് ഇത്തരത്തിലുള്ള ഓൺലൈൻ സാധനങ്ങളിൽ പോയി പെടാൻ നിൽക്കുന്നെന്നുള്ളത്. ഇതൊന്നും മനസ്സിലാക്കുക, ഇവരുടെ രീതികളൊക്കെ. ഇതൊക്കെയാണ് ഇവരുടെ രീതികള്. ഇത് കണ്ട ആർക്ക് മനസ്സിലാക്കാൻ പറ്റും? ഈ സൗണ്ട് കേട്ട് നോക്ക്. കണ്ടോ? ഇത് കേട്ട് കഴിഞ്ഞാൽ ഇത് പെണ്ണുങ്ങളുടെ സൗണ്ട് തന്നെ തോന്നുള്ളൂ. അപ്പോ 2 months പറയുമ്പോ ഏകദേശം 10-24,000 രൂപ വരും. അപ്പൊ സാറിന്റെ കേസിൽ സാറ് 10% ആണ് അടയ്ക്കേണ്ടി വരും. അപ്പൊ 24 പറഞ്ഞ വലിയ എമൗണ്ട് ആണ് 2 മാസത്തെ EMI പറയുമ്പോഴേ. അപ്പൊ സാറ് 10% അടയ്ക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ 20,000 രൂപയാണ് സാർ വരുന്നത്. കണ്ടോ? 2 മാസത്തെ EMI ഒരുമിച്ച് അടയ്ക്കാൻ കുറച്ച് എമൗണ്ട് കൂടുതൽ വരും, 24,000 രൂപയാവും. അതുകൊണ്ട് സാറ് 10% അടച്ചാൽ മതി. 20,000 രൂപ അടയ്ക്കാനാണ് പറയുന്നത് ആദ്യം. ഞാൻ പറയുന്നുണ്ട് റീപ്ലൈ. അതെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ നമുക്ക് ഡിസ്കൗണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ, കുറയ്ക്കാൻ പറ്റുമോ? എങ്ങനെ അടയ്ക്കേണ്ടത്? ഓൺലൈനായിട്ട് ചെയ്യാം. എന്തായാലും 2 ആഴ്ച വെയിറ്റ് ചെയ്യണമല്ലോ. 20,000 വേറെ കുറവൊന്നും വരില്ല. യൂഷ്വലി നമ്മൾ കസ്റ്റമേഴ്സിന്റെ അടുത്ത് 2 EMI ആണ് അടയ്ക്കാൻ പറയുന്നത്. കണ്ടോ? ഇവനൊക്കെ സംസാരിക്കുന്ന രീതി കണ്ടോ? കേട്ട് കഴിഞ്ഞാൽ ആർക്കാണ് സംശയം തോന്നുക? ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആ വോയിസ് റെക്കോർഡ് കേട്ട ആർക്കാ സംശയം തോന്നുക അതൊരു ബോയ് ആണെന്ന്? നേരത്തെ പറഞ്ഞവൻ തന്നെയാണത്. അവൻ ആ വോയിസ് ചേഞ്ചർ വെച്ചിട്ട് സംസാരിക്കുന്നതാണത്. അത് ഒറിജിനൽ പെണ്ണൊന്നുമല്ല. ഇത്രയും വളർന്നു പോയി ടെക്നോളജി. അതനുസരിച്ച് നമ്മളെ എന്താ പറയുക പറ്റിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവന്മാര്. അത് നിങ്ങൾ ഇനി മനസ്സിലാക്കുക. ഇതുവരെ ഇന്നലെ വരെ ഈ സാധനത്തിൽ പെട്ടവർക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലായിരുന്നു, പറഞ്ഞു തരാൻ ആൾക്കാരില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. സർക്കാരിൽ നിന്നും ഒരു അറിയിപ്പ് ഇതിനകത്ത് വരില്ല ഫോണിനകത്ത്. ഇതാ ഇങ്ങനെ തട്ടിക്കുന്ന ടീമുണ്ട്, അഡ്വാൻസ്ഡ് ആയിട്ട് പേയ്മെന്റ് കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു SMS പോലും നിങ്ങളുടെ ഫോണിലേക്ക് വന്നിട്ടുണ്ടാവില്ല. എന്റെ ഫോണിലേക്ക് വന്നിട്ടില്ല. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഡീറ്റെയിൽസ് അയച്ചു തന്നോളൂ. പേയ്മെന്റ് ചെയ്യുന്നത് എങ്ങനെയാണുള്ളത് 3 മണിക്ക് മുമ്പായിട്ട് നമ്മൾ പാർട്ട്നേഴ്സുമായിട്ട് നമ്മൾ ഷെയർ ഇട്ടിട്ട് എമൗണ്ട് അയച്ചു തരാം. അവരിങ്ങനെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഇനീഷ്യൽ പേയ്മെന്റ് വേണമെങ്കിൽ ആദ്യം പറയണം എന്നുള്ളത്. അപ്പോൾ അത് പെട്ടെന്ന് പറയാൻ വേണ്ടി എനിക്ക് ഇത് ഞാൻ പാർട്ട്നേഴ്സായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ലോൺ എടുക്കാൻ വേണ്ടി. ബിസിനസ് ലോൺ ആണല്ലോ. അപ്പോൾ ഓക്കെ, അവരോട് ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. ചെയ്യാന്നുള്ള ഇതിൽ പറഞ്ഞു. അപ്പോൾ കേട്ടോളൂ. നമുക്കത് അങ്ങനെ അറിയില്ലല്ലോ സാറേ, ബിക്കോസ് നമ്മൾ ഓരോരുത്തരുടെ പ്രൊഫൈൽ നോക്കുമ്പോഴല്ലേ. ഇപ്പൊ സാറിന്റെ കേസിൽ സാർ ഓൺലൈൻ ചെയ്യാൻ പറയണില്ല, നമ്മളിപ്പോ ബിസിനസ് അല്ലേ ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒരു ഗ്യാരണ്ടറിനെ വെച്ച് ചെയ്യാൻ പറയുന്നു. സാറിന്റെ പ്രൊഫൈൽ നോക്കി മനസ്സിലായി സാർ പ്രൊഫൈൽ നോക്കൂ. എന്ത് പ്രൊഫൈൽ അവർ നോക്കിയത്? ഞാൻ ഈ അയച്ചു കൊടുത്ത ഫേക്ക് ആധാർ കാർഡും പാൻ കാർഡും വെച്ചിട്ട് ഇവർ എന്ത് പ്രൊഫൈൽ നോക്കിയെന്നായി പറയുന്നത്? ഗ്യാരണ്ടറിനെ വെക്കാൻ പറയുന്നേ ഉള്ളൂ. സാർ അത് ഓൺലൈനായിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ ഗ്യാരണ്ടി എമൗണ്ട് അടിക്കാൻ പറഞ്ഞതാണ്. പക്ഷെ ഗ്യാരണ്ടി എമൗണ്ട് തന്നെ വലിയ എമൗണ്ട് വരുന്നോണ്ടാണ് ഞാൻ 10% ആക്കി സാറിനത്. അതെയല്ല, നമ്മൾ ഓൺലൈനിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്യാരണ്ടർ വേണോ? നമ്മളെ ഗ്യാരണ്ടിന്റെ പകരമല്ല ഗ്യാരണ്ടി എമൗണ്ട് അടയ്ക്കുന്നേ. ഞാൻ പറഞ്ഞതാണ്. കണ്ടോ? ഗ്യാരണ്ടറിന് പകരമാണ് നമ്മൾ ഈ ഗ്യാരണ്ടി എമൗണ്ട് അടച്ചിട്ട് ഓൺലൈനിൽ പൈസ മേടിക്കുന്നത്. മനസ്സിലായോ? ഗ്യാരണ്ടർ ഉണ്ടെങ്കിൽ 2 ആഴ്ച കൊണ്ട് അവിടെ ചെന്ന് അവർ ഡയറക്റ്റ് കൈ തരും. അതിന് നിൽക്കുവാണ് അവർ. കാരണം ജെന്യൂൻ ആണെന്ന് മനസ്സിലാവണല്ലോ നമുക്ക്. ഇങ്ങനെ സാറ് ഇതോളെ പാർട്ട്നേഴ്സിനടുത്ത് ചോദിക്കട്ടെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഓൺലൈൻ ആണെങ്കിൽ നമ്മൾ ഗ്യാരണ്ടർ ഇല്ലാത്തതുകൊണ്ട് അതിന് പകരമാണ് ഈ ഗ്യാരണ്ടി എമൗണ്ട് 10% അടയ്ക്കുക. കേട്ടോ? ഞാൻ പറഞ്ഞ പോലെ 3 മണി വരെയാണ് നമ്മൾ ഫണ്ട് കാര്യങ്ങൾ വാങ്ങിക്കുക. സാർ ഇപ്പൊ ചെയ്യുന്നുണ്ടെങ്കിൽ 3 മണിക്ക് മുന്നേ തന്നെ ഇൻഫോം ചെയ്യണം. സാർ ചെയ്യുന്നില്ലാന്നുണ്ടെങ്കിലും എന്നെ കറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്ത് പറയണം. കാരണം നിങ്ങളുടെ ആധാർ കാർഡ് വെച്ചിട്ട് പ്രോസസ്സ് ചെയ്തതല്ലേ. അപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ട് ലോണ് കാര്യങ്ങൾ ക്യാൻസൽ ചെയ്ത് വിടണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ആധാർ കാർഡ് വെച്ചിട്ട് അവർ ലോണ് പ്രോസസ് ചെയ്തതാണ്. അപ്പോൾ എടുക്കുന്നില്ലെങ്കിൽ പറയണം. അല്ലെങ്കിൽ ആ ആധാർ കാർഡിൽ പിന്നീട് പ്രശ്നങ്ങൾ വരാം. ലോൺ എൻക്വയറി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാരൊന്നും നോക്കിയിട്ടില്ല. കാരണം നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല, ഡീറ്റെയിൽസ് കിട്ടില്ല. കാരണം ഇതിൽ ആധാർ കാർഡിൻ്റെയും പാൻ കാർഡിൻ്റെയും നമ്പർ മിസ്മാച്ച് ആണെന്നേ.
ഞാൻ തന്നെ ഉണ്ടാക്കിയ നമ്പറല്ലേ ഇത്, പിന്നെ എങ്ങനെ ഇവർക്ക് കിട്ടുന്നേ? തട്ടിപ്പെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫേക്കാണ് കേട്ടോ. ഇനി ഇത് സിബിൽ സ്കോറിൽ വല്ല ഇഷ്യൂസും വരും, നിങ്ങൾ ചെക്ക് ചെയ്തതല്ലേ? ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പാർട്ട്നേഴ്സ് ഒരുമിച്ച് ഷെയർ ചെയ്തിട്ടാണ് ഇങ്ങനെ എമൗണ്ട് ഉണ്ടെങ്കിൽ സ്പെൻഡ് ചെയ്യുക. ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നതാണ്. സിബിൽ സ്കോർ ഇഷ്യൂ വരുന്നല്ല സാർ. ഇപ്പൊ നമ്മുടെ ഈ ലോൺ ആക്റ്റീവായിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പൊ എനിക്ക് സാർ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് എന്നോട് പറഞ്ഞാൽ മതി. ഞാനിപ്പോ ഇവിടെ ക്യാൻസൽ ചെയ്യാമെന്നാ പറഞ്ഞേ. ബിക്കോസ് എന്ന് പറയേണ്ട ഒരു പേരിൽ ഒരു ലോൺ കിടക്കുമ്പോഴല്ലേ ബുദ്ധിമുട്ട്. സാറിന് വേണ്ടെന്നുണ്ടെങ്കിൽ സാർ അതിനെ കൃത്യമായിട്ട് ഇൻഫോം ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ അടയ്ക്കുന്നുണ്ടെങ്കിൽ അടയ്ക്കുന്നുണ്ടെന്ന് പറയാ, ഇല്ലെങ്കിൽ വേണ്ടെന്ന് പറയാ, അതാണ്. അല്ല, അതെന്തായാലും എങ്ങനെ പേയ്മെന്റ് ചെയ്യണമെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ, ഡീറ്റെയിൽസ് പറഞ്ഞോളൂ. എന്തായാലും ചെയ്യും, നമുക്ക് ആവശ്യമുള്ളതാണ് എന്തായാലും. സാറേ ഇത് കമ്പനിയുടെ ഡീറ്റെയിൽസിലൊക്കെ ചെയ്യട്ടെ. നമ്മൾ IMPS മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് സാർക്ക് അറിയാലോ നല്ല ഡിലേ ആവും ഇവിടെ ക്രെഡിറ്റ് ആവുമ്പോൾ. അപ്പൊ പറഞ്ഞ ടൈമിൽ നമുക്ക് റിട്ടേൺ പൈസ തരാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ സാർ നമ്മൾ IMPS അക്സെപ്റ്റ് ചെയ്യണോ? ഒന്നെങ്കിൽ ബാങ്കിന്റെ ആപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സാർക്ക് അതുവഴി ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ വഴി പേയ്മെന്റ് ചെയ്യാം. രണ്ടാണെങ്കിൽ കമ്പനിയുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ. IMPS വഴി അയക്കണം, പെട്ടെന്ന് ക്രെഡിറ്റ് ആവണം. നെഫ്റ്റ് ആണെങ്കിൽ സമയം എടുക്കുമല്ലോ എന്ന് പറഞ്ഞ് എന്തൊരു ഒഫീഷ്യലായിട്ട് സംസാരിക്കുന്നത് നോക്കി ഇവര്. ഗൂഗിൾ പേ ആണ് നല്ലത്, കാരണം ഇപ്പോൾ ഗൂഗിൾ പേ ഓപ്ഷനും IMPS പറഞ്ഞു കേട്ടോ. ഞാൻ ഗൂഗിൾ പേ മതി എന്ന് പറയുന്നുണ്ട് അതിനകത്ത്. എനിക്ക് ഓൺലൈൻ നമ്മുടെ കമ്പനി അക്കൗണ്ട് ഒന്നും ത്രൂ ചെയ്യാൻ പറ്റില്ല. ഞാൻ കള്ളം പറഞ്ഞതാണ് കേട്ടോ, വെറുതെ. കമ്പനി അക്കൗണ്ട് ഒന്നും നമുക്കൊന്നും ഇല്ല, വെറുതെ പറഞ്ഞതാണ്. സാറിന്റെ അടുത്ത് GPay ചെയ്താന്നുണ്ടെങ്കിൽ GPayയിലെ ക്യാഷ് ആക്കിയിട്ട് പറഞ്ഞാൽ മതി. എനിക്ക് അങ്ങനെയാണെങ്കിൽ ആ GPay നമ്പർ ഒന്ന് അയച്ചോളൂ. ഞാൻ ഡീറ്റെയിൽസ് ഇവിടുന്ന് ഫൈനാൻസിലും ആക്കി പ്രൊവൈഡ് ചെയ്താലോ അവര് മാക്സിമം ഒരു 10-15 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് ചെയ്യാനായിട്ട് പറയും. അപ്പൊ അതിലിപ്പെട്ട് നമുക്ക് പാർട്ട്നേഴ്സോട്ടൊക്കെ സംസാരിച്ച് അങ്ങനെ ചെയ്യാനല്ലേ സാർ പറഞ്ഞേ. അത് മാത്രല്ല സാർ ജസ്റ്റ് ക്യാഷ് ഒന്ന് GPayയിൽ ആയതിനു ശേഷം എന്നോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനമാണ്, നമുക്ക് സമാധാനമാണ്. എനിക്ക് ഫൈനാൻസിൽ നിന്ന് ചോദിച്ചിരിക്കും, ഞാൻ നിങ്ങളെടുത്ത് ചോദിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടി വരും. സാർ ജസ്റ്റ് ക്യാഷ് എന്തൊരു ഉടായിപ്പാടോ ഇവനൊക്കെ ഈ കഴിവുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് എത്ര പൈസ ഉണ്ടാക്കാൻ ജെന്യൂൻ ജോലി ചെയ്തിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവൻ ഈ ചെയ്യുന്ന ചൈനീസുകാർക്ക് വേണ്ടി പൈസ ഉണ്ടാക്കി കൊടുക്കുകയല്ലേ ഇവനൊക്കെ ചെയ്യുന്നത്. സ്വന്തം നാട്ടുകാരെ പറ്റിക്കുക, അവിടെ കംബോഡിയ പോയിട്ട് ഇവനൊക്കെ ചെയ്യുന്നത്. എന്താണ് ഇവൻ്റെയൊക്കെ മാനസികാവസ്ഥ എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ സംസാരിക്കട്ടെ ഞാൻ കേട്ടോ, എന്നിട്ട് ഞാൻ പറയാം. ഹലോ, ഞാൻ സംസാരിച്ചു കേട്ടോ പാർട്ട്നേഴ്സിനായിട്ട്. അപ്പൊ അവർ ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ഗൂഗിൾ പേ സാർ ഗൂഗിൾ പേ നമ്പർ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ രാവിലെ ആ നമ്പറോട് ഈ സാറിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ ഡീറ്റെയിൽസ് അയച്ചാൽ മാക്സിമം ഒരു 10 മിനിറ്റ്സിൽ ചെയ്യണം എന്നുള്ളത്. അപ്പൊ സാർക്ക് ഇപ്പൊ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ഇപ്പൊ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം. അല്ല സാർ കുറച്ച് കഴിഞ്ഞിട്ട് 3 o'clock മുന്നോട്ട് അത് ക്ലിയർ ചെയ്യുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ സാർ ജസ്റ്റ് ക്യാഷ് ഓക്കെ ആയി. കണ്ടോ, നമ്മളെ ഇപ്പൊ റെഡി ആണെങ്കിൽ മാത്രമേ അവർ ഗൂഗിൾ പേ നമ്പർ അയച്ചു തരുള്ളൂ. കാരണം ഗൂഗിൾ പേ നമ്പർ നമുക്ക് അയച്ചു തന്നാൽ 10 മിനിറ്റിനുള്ളിൽ ക്യാഷ് അവിടെ കിട്ടണം. എന്തൊക്കെ ട്രിക്കാ നോക്കിയേ. ഒരു 1 o'clock അയച്ചോളൂ, അപ്പോഴത്തേക്ക് പേയ്മെന്റ് റെഡി ആവും കേട്ടോ. ആ സമയത്തേക്ക് എനിക്ക് നമ്പർ അയച്ചു തന്നാൽ മതി. എനിക്കപ്പോ സാർ എപ്പോഴും ഫ്രീ ആവുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ ഇവിടെ പേപ്പർ വർക്ക്സ് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ സൈഡിൽ ക്ലിയർ ആക്കി വെക്കാം. ഓക്കെ, സമയം ഇപ്പോൾ 1 o'clock ആയിട്ടുണ്ട്. കണ്ടല്ലേ, സോറി ന്യൂസ് വന്നതാണ്. 1 o'clock ആയിട്ടുണ്ട്. ഞാൻ റെഡി എന്ന് പറയാണ്. പേയ്മെൻറ്റ് അവരെ അയച്ചു തരട്ടെ. ഇവിടെ കണ്ടോ, പ്ലീസ് സെൻഡ് GPay നമ്പർ എന്ന് അയച്ചിരുന്നു. അവരെ നമ്പർ അയച്ചു തന്നു. നമ്പറിലല്ല, ബാങ്ക് അക്കൗണ്ടിലാണ് സെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നു. അതിന് ശേഷം അക്കൗണ്ട് നമ്പർ അയച്ചു തന്നു. സിറ്റി യൂണിയൻ ബാങ്ക് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു അക്കൗണ്ട് നമ്പറാണ് ഇവർ ഫ്രോഡ് പരിപാടികൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് ഇന്ന് വരെ ബ്ലോക്ക് ചെയ്യാൻ നമ്മുടെ ഇന്ത്യൻ സർക്കാരിന് സാധിച്ചില്ല എന്ന് പറയുന്നത് ഒരു വലിയ അബദ്ധമാണ്. അത് പോട്ടെ, വേറെ കാര്യം. ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നത്, ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഞാൻ എന്നിട്ട് ഓക്കെ 20K അല്ലേ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. എന്നിട്ട് ഓക്കെ, ഞാൻ എന്താ പേയ്മെൻറ്റ് ഇട്ട് കൊടുത്തതായിട്ട് ഒരു സ്ക്രീൻഷോട്ട് അയച്ചു. ഫേക്കാണ് കേട്ടോ, ഇത് ഒറിജിനൽ അല്ല. ഈ ട്രാൻസാക്ഷൻ നമ്പർ, ഈ ടൈം, ഇതെല്ലാം ഫേക്കാണ്. അയച്ചു കൊടുത്തു. പെയ്ഡ് എന്ന് പറഞ്ഞു. ലാസ്റ്റ് തന്ന കാര്യം ഇതാണ്. ഞാൻ അയക്കുന്ന സമയത്ത് എൻ്റെ ഫോണിൽ 5% ഉള്ളൂ, ഇപ്പോൾ 3% ഉള്ളൂ. ഓഫ് ആകുമെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇല്ല, കുഴപ്പമില്ല, ചാർജിങ്ങിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ അടിച്ചിട്ടുണ്ട്. ഇനി എന്താ വരിക നോക്കാം. അപ്പോൾ അർജുന് ഞാനിങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു, ഹായ് എമൗണ്ട് പെയ്ഡ് എന്നുള്ളത്. നിങ്ങൾ വോയിസ് കേട്ടോ തിരിച്ചയച്ചേക്കുന്നത്. അതിനാണ് ഞാൻ മെസ്സേജ് ഇട്ടത് സാറിന് വിഡ്രോ ചെയ്യാൻ വേണ്ടി. അവര് ബാങ്ക് ഒ ടി പി വന്നിട്ടുണ്ട്. സാർ ഫ്രീ ആണോ ഇപ്പൊ? യെസ്, അയക്കാം, ഫ്രീ ആണ്. എന്താണ് നിങ്ങളിങ്ങനെ കളിപ്പിക്കലാണ്, നമുക്ക് വേറെ എന്താ പണി. യെസ്, അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ വിളിക്കുമായിരിക്കും കേട്ടോ. വിളിക്കുകയാണെങ്കിൽ സംസാരിക്കുന്നത് ഞാൻ റെക്കോർഡ് ചെയ്യാം ഇതിനകത്ത്. ഈ ഒരു ട്രാൻസാക്ഷൻ ഫേക്കാണ് കേട്ടോ, ഇത് ചെയ്തിട്ടില്ല. ഇത് ഫേക്കായിട്ട് അയച്ചു കൊടുത്തതാണ്. ഏതോ ഒരു ഗൂഗിളിൽ നിന്ന് എടുത്ത് കൊടുത്ത ട്രാൻസാക്ഷനാണിത്. അവിടെ ജസ്റ്റ് ഞാൻ നമ്പറൊക്കെ മാറ്റിയെന്നേ ഉള്ളൂ. ഇതവിടെ കിട്ടി, അതിൻ്റെ OTP അവർക്ക് വന്നെന്നാണ് പറയുന്നത്. നോക്കണേ എന്തൊരു തട്ടിപ്പാണെന്നുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് തർക്കിക്കാമല്ലോ, ഞാൻ അയച്ചത് നിങ്ങൾക്ക് കിട്ടിയോണ്ടാണല്ലോ നിങ്ങൾക്ക് അവിടെ OTP വന്നെന്നുള്ളത്.
ഇതേ നമ്മുടെ അർജുൻമാൻ വിളിക്കുന്നുണ്ട് കേട്ടോ, സംസാരിച്ച് നോക്കാം എന്താന്ന്. ഹലോ ഹലോ, ആ പറഞ്ഞോളൂ അർജുൻ. അത് കിട്ടിയില്ലേ? റെഡി ആയില്ലേ? അത് കിട്ടി സാറേ. ഞാൻ വിഡ്രോ ചെയ്യാൻ വേണ്ടി വിളിച്ചത്, സാറിന് എമൗണ്ട് വേണ്ടേ? അപ്പഴേ ഞാൻ വിഡ്രോ ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചതാ കേട്ടോ. ആയിക്കോട്ടെ, പറഞ്ഞോളൂ. സ്പീക്കർ കോൾ ഒന്ന് സ്പീക്കർ ഇട്ടിട്ട് ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യും. ഞാൻ ലിങ്ക് അയച്ചു, ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യും. സാറ് തന്നെയായിരുന്നു രജിസ്ട്രേഷൻ ചെയ്തേ? അതെ 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 അതെ. അപ്പൊ ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യും സാറേ. ഒരു മിനിറ്റ്, ഓപ്പൺ ആക്കിയോ? ഇത് കോൾ എടുക്കുമ്പോൾ പറ്റും. എടുത്തു ഓപ്പൺ ആക്കി. എന്നിട്ട് ആ റിമെമ്പർ മീയുടെ മേളിൽ ഫോൺ നമ്പറും പാസ്വേഡും ചോദിക്കുന്നുണ്ടോ? ചോദിക്കുന്നുണ്ട്. അവിടെ ഇന്നലെ രജിസ്ട്രേഷൻ ചെയ്തപ്പോ സാർ ഒരു ഫോൺ നമ്പറും പാസ്വേഡ് അടിച്ചിട്ട് സൈൻ അപ്പ് ചെയ്ത് ആ ഫോൺ നമ്പറും പാസ്വേഡും അടിക്കും. ഓക്കെ, ലോഗിനായി. ലോഗിൻ ആയപ്പോ ഓപ്പൺ ആയ പേജില് ഏറ്റവും മേളിൽ സാറിന് ഫോൺ നമ്പർ ഉണ്ടോ നോക്കി, രജിസ്റ്റർ നമ്പർ. ഉണ്ട്. ആ ഫോൺ നമ്പറിന്റെ റൈറ്റ് സൈഡിൽ ഒരു 3 ലൈൻ ഉണ്ടോ ചെറിയ? ഉണ്ട്. ക്ലിക്ക് ചെയ്തു. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വാലറ്റ് ഓപ്പൺ ചെയ്തു സാറേ. വാലറ്റ് ഓപ്പൺ ചെയ്തു. ഓക്കെ. ടോട്ടൽ എമൗണ്ട് എത്ര കാണിക്കുന്നത്? 2,20,000 കാണിക്കുന്നുണ്ട്. ഒരു മിനിറ്റ് സാറേ, ഞാൻ OTP പറഞ്ഞുതരാം. ആ OTP അവിടെ അടിക്കും. താഴെ OTP വയ്ക്കുന്നുണ്ടല്ലോ. ഉണ്ട്. അവിടെ ഞാൻ പറഞ്ഞുതരാം. OTP അടിക്കേ. 597575 85 അല്ലേ? OTP അടിച്ചു. ഒന്ന് പറയാം സാറേ അടിച്ചത്. 597585. ഓക്കെ, അതിന് തൊട്ട് താഴെ ഫുൾ വിഡ്രോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ? കണ്ടു. അതിൽ ക്ലിക്ക് ചെയ്തു സാറേ. ഓക്കെ. ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ എന്ന് കാണിച്ചിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് 0 ആയിട്ടുണ്ടോ? 0 ആയിട്ടുണ്ട്. സാറേ അപ്പൊ ഒരു 10 മിനിറ്റ് എടുക്കത്തുള്ളൂ സാറേ. സാർ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തില്ലായിരുന്നോ രജിസ്റ്റർ ചെയ്തിട്ട്? ഉണ്ട്. ആഡ് ചെയ്തിട്ടുണ്ട്. ആ അക്കൗണ്ടിലാണ് സാറിന് എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നത്. അപ്പം അറിയാൻ പറ്റുമോ? ഗൂഗിൾ പേയിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതിൽ? ഉണ്ട്, അറിയാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ചെക്ക് ചെയ്തിട്ട് സാർ എമൗണ്ട് തരുമ്പോൾ തന്നെ എന്നെ വിളിച്ച് ഇൻഫോം ചെയ്യണം. ഞാനപ്പം ഫിനാൻസിൽ ഇൻഫോം ചെയ്യും. അപ്പൊ അവിടെ നിന്ന് കോൺടാക്ട് ചെയ്യും. അപ്പൊ റീപേയ്മെന്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് അവരെ ഇൻഫോം ചെയ്യും കേട്ടോ. ആയിക്കോട്ടെ, ഇൻഫോം ചെയ്യാം. സാർ പക്ഷേ എമൗണ്ട് ക്രെഡിറ്റ് ആകുമ്പോൾ എന്നെ വിളിച്ച് പറയാട്ടോ. സാർ വാലറ്റിൽ നിന്ന് മാത്രം ഒന്ന് ബാക്ക് ഇറങ്ങും. ഇറങ്ങി. എന്നിട്ട് ആ ഫോൺ നമ്പറിന്റെ റൈറ്റ് സൈഡിൽ 3 ലൈനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യും സാറേ. ചെയ്യാം. ചെയ്തിട്ട് വിഡ്രോൾ പ്രോഗ്രസ് വന്നിട്ടുണ്ടോ നോക്കും. പ്രോഗ്രസ് വന്നിട്ടുണ്ട്. അണ്ടർ റിവ്യൂ പറഞ്ഞ് കിടക്കുന്നുണ്ട്. ഓക്കെ, അതൊന്ന് സ്ക്രീൻഷോട്ട് എനിക്കൊന്ന് അയച്ചു. എനിക്കിവിടെ വിഡ്രോ ചെയ്തേ ഇൻഫോം ചെയ്യാൻ വേണ്ടി കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്കൊന്ന് അയച്ചേ. എന്നെ വിളിച്ച് പറയണം. അയച്ചിട്ടുണ്ട് കേട്ടോ. ശരി. ഓക്കെ. ഇത് ഇവന്മാരുടെ പ്ലാനിങ് എന്താണെന്ന് അറിയാത്ത കേട്ടോ. അങ്ങനത്തെ ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പറും ഇല്ല, ഞാൻ പേയ്മെന്റ് അയച്ചു കൊടുത്തിട്ടുമില്ല. ഇത് കണ്ടോ, ഇതൊരു ഫേക്ക് വെബ്സൈറ്റ് ഇവർ തന്നെ ഉണ്ടാക്കിയെടുത്താന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇവർ തന്നെ ഉണ്ടാക്കിയെടുത്ത വെബ്സൈറ്റ് ആണിത്. ഇതേ നമ്മുടെ അർജുൻമാൻ വിളിക്കുന്നുണ്ട് കേട്ടോ, സംസാരിച്ച് നോക്കാം എന്താന്ന്. ഹലോ. ഇവന്മാര് ഉദ്ദേശിക്കുന്നത് എന്താ അറിയാവോ? ഈ അക്കൗണ്ട് നമ്പർ കണ്ടോ, ഈ അക്കൗണ്ട് നമ്പർ ഫേക്ക് ആണ് കേട്ടോ. ഇത് ലാസ്റ്റ് ഞാൻ 2 അടിച്ചിരുന്നത്, ഇതിപ്പം 6 ആണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇനി ഇവന്മാർ പറയുന്നത് ഞാൻ അക്കൗണ്ട് നമ്പർ മാറ്റി കൊടുത്തെന്നായിരിക്കും കേട്ടോ. നോക്കിയോ. ഹലോ, അതിപ്പോഴും സ്റ്റാറ്റസ് ഒന്നും സാറേ. അതെ, 10 മിനിറ്റ് ആയിട്ടില്ലല്ലോ നമ്മള് ചെയ്തിട്ട്. ഒരു 10 മിനിറ്റ് എടുക്കും സാറേ. വാലറ്റിൽ നിന്ന് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ എടുക്കാൻ ടൈം ആവും. അണ്ടർ റിവ്യൂ കിടക്കുന്നുണ്ടോ? അണ്ടർ റിവ്യൂ പെയ്ഡ് ആവും സാർ. വാലറ്റിൽ ഇടയ്ക്ക് കയറി നോക്കിയാൽ മതി അണ്ടർ റിവ്യൂ പെയ്ഡ് ആയിട്ടുണ്ടോ. സാറിന്റെ ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഇപ്പൊ 10 മിനിറ്റ്സ് ആയിട്ടുണ്ടാവില്ലേ? ഇപ്പൊ അതിന്റെ സ്റ്റാറ്റസ് ഒന്നും മാറിയിട്ടില്ല. സാറേ അങ്ങനെയാണെങ്കിൽ സാറിന്റെ പാസ്ബുക്കിന്റെ ഫോട്ടോ ഒന്ന് അയക്കും. ഞാൻ ഫിനാൻസിൽ നിന്ന് കൊണ്ട് ചെക്ക് ചെയ്യാം. ഒന്ന് അയച്ചുതരാം വാട്സാപ്പിലേക്ക്. പാസ്ബുക്ക് ഇപ്പൊ നിലവിൽ എന്റെ അടുത്തില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? അല്ല, അക്കൗണ്ട് നമ്പർ ഞാൻ പാസ്ബുക്ക് നോക്കിയിട്ടല്ല. എന്റെ എങ്ങനെയാ സാർ അക്കൗണ്ട് നമ്പറൊക്കെ അടിച്ചത് അതിനകത്ത്? അപ്പം രജിസ്റ്റർ ചെയ്യുന്ന ടൈമില് അല്ല, അക്കൗണ്ട് നമ്പർ ഞാൻ പാസ്ബുക്ക് നോക്കിയിട്ടല്ല. എന്റെ കയ്യിലുണ്ട്, ഓൾറെഡി ഫോണിലുണ്ട്. അത് നോക്കി അടിച്ച്. സാറേ ആണെങ്കിലേ അത് അയക്കും സാറേ. എനിക്ക് കൊണ്ട് ചെക്ക് ചെയ്യാൻ എനിക്കറിയില്ലല്ലോ. പാസ്ബുക്കും IFC കോഡും അക്കൗണ്ട് നമ്പറും കാണുന്നുണ്ട് കഴിക്കാൻ. കണ്ടോ. അപ്പോൾ ഇവരെ നമ്പർ മാറ്റിയിട്ടുണ്ട് ഇവിടെ. ഞാൻ 442 ഉള്ളത് ഇവിടെ അവർ 446 ആക്കിയിട്ടുണ്ട് ലാസ്റ്റ് കേട്ടോ. മനസ്സിലായോ? അപ്പം ഞാനിത് ഇവരുടെ അടുത്ത് പറയാൻ പോവാണ്. ജസ്റ്റ് ഞാൻ പറയാം. അതെ, ആ അക്കൗണ്ട് നമ്പർ ലാസ്റ്റ് 6 ആണല്ലോ. ഞാൻ അടിച്ചത് 2 ആയിരുന്നു, 442 ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മളെ ഷൗട്ട് ചെയ്യും, നിങ്ങൾ എന്താണ് കാണിച്ചത്, നിങ്ങൾക്ക് അങ്ങനെയല്ല ഇങ്ങനെ ഉദ്ദേശിച്ചത്. ഇതാണ് ഇത് അനുഭവം ഉണ്ടായിട്ടുള്ള ആൾക്കാർ പറയുന്നത്. ഇത് എന്തൊരു ട്രിക്കാണല്ലോ ഇവന്മാരുടെ.
ഇനി നോക്കിയോ കേട്ടോ, വേറെ അക്കൗണ്ടിൽ പോയി അത് ഈ അക്കൗണ്ടിൽ തിരിച്ചു വരുത്താൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും, അതിന് പ്രോസസ്സിങ് ചാർജ് വേണം, അങ്ങനെയൊക്കെ പറയും. ഇപ്പോൾ നോക്കിയോ, ഇപ്പോൾ വരും. ഇപ്പോൾ റെക്കോർഡിങ്ങിലായിട്ട് ഇപ്പോൾ ഒരു അയക്കുവൻ വിളിക്കുന്നുണ്ട്. എനിക്ക് ഫോൺ ചാർജ് ചെയ്യാൻ വെക്കട്ടെ. ഹലോ, പറഞ്ഞോളൂ. ആ, എനിക്ക് മനസ്സിലായില്ല. അതാ അവസാനത്തെ നമ്പറില്ലേ, അത് 6 ആണ്. ഞാൻ അടിച്ചു കൊടുത്തത് 2 ആയിരുന്നു. സാറേ എനിക്ക് സാറിന്റെ അക്കൗണ്ട് നമ്പർ അറിയില്ല, അതാണ് ഞാൻ ഡീറ്റെയിൽസ് ചോദിച്ചത്. എനിക്ക് അവിടെ കൊണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി. ആണോ? അല്ല അതിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? സാറെ പ്രൊഫൈലിൽ കയറി നോക്കിയേ, സാറെ ഫോൺ നമ്പറും പാസ്വേഡ് അടിച്ചിട്ടേ. അയച്ച ലിങ്ക് എടുക്കട്ടെ, ലിങ്ക് എടുത്തിട്ട് യൂസർ നെയിം പാസ്വേഡും ഒക്കെ അടിച്ചു കൊടുക്കട്ടെ, നോക്കട്ടെ. ലോഗിൻ നോക്കിക്കോട്ടോ, വിഡ്രോവൽ പ്രോസസ് നോക്കിക്കോ. ഇതല്ലല്ലോ, ഇപ്പോൾ അവന്മാർ മാറ്റി കാണുവേ നൈസായിട്ട്. പ്രൊഫൈൽ എടുത്തിട്ട് അക്കൗണ്ട് നമ്പറിൻ്റെ അവിടെ കണ്ടോ 6 ആയി മാറി. ഇവിടെ എന്നെ ഉടായ്പാണല്ലേ, ഇവിടെ 2 അടിച്ചത് എനിക്കറിയാം, ഞാൻ 2 അടിച്ചത് 6 ആയി മാറിയിട്ടുണ്ട്. ഇനി ഇവരെ വിളിക്കട്ടെ, കോമഡി ആയിരിക്കും. എനിക്കുള്ളേക്കാളും ടെൻഷൻ ഇപ്പോൾ അവന്. അയ്യോ ഹലോ, അതിനകത്ത് അക്കൗണ്ട് നമ്പർ 6 ആണ് കിടക്കുന്നത് ലാസ്റ്റേ. ആണോ? ഞാൻ നോക്കിയായിരുന്നു, ഞാൻ മൊബൈലിൽ നോക്കിയായിരുന്നു. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? സാറേ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, പ്രൊഫൈലിനകത്ത് അക്കൗണ്ട് നമ്പർ അക്കൗണ്ട് നമ്പർ അടിച്ചെന്ന് വെച്ചാൽ അതിന്റെ അതും കൂടെ എനിക്ക് അയക്കുക. അക്കൗണ്ട് നമ്പർ ഒറിജിനൽ അക്കൗണ്ട് നമ്പർ IFSC കോഡും കൂടെ എനിക്ക് അയക്കുക. എന്നിട്ട് ആ മാഡം അതൊന്ന് ഫിനാൻസിൽ കൊണ്ട് കാണിക്കട്ടെ, പെട്ടെന്ന് അയക്കണം സാർ, ഡിലേ ആവല്ലേ. ആണ് ഇപ്പൊ സ്ക്രീൻഷോട്ട് ആണോ വേണ്ടത്? ആ പ്രൊഫൈലിനകത്ത് അക്കൗണ്ട് നമ്പർ കാണുന്നതിനകത്ത് സ്ക്രീൻഷോട്ടും പിന്നെ സാർ ഒറിജിനൽ അക്കൗണ്ട് നമ്പർ IFSC കോഡും അതും കൂടെ അയക്കുക എനിക്ക്. അതേപോലെ തന്നെ ആ മാഡത്തിന് അയച്ചു കൊടുത്തിട്ട് വിളിച്ച കാര്യം പറഞ്ഞു, അതൊന്ന് ഫിനാൻസിൽ കൊണ്ട് കാണിക്കട്ടെ കേട്ടോ. ആയിക്കോട്ടെ, പെട്ടെന്ന് അയക്കാം. ആയിക്കോട്ടെ. അയ്യോ, അവനെന്തൊരു ടെൻഷനാണോ? എടാ എനിക്ക് ടെൻഷനില്ല, ഞാൻ നിനക്ക് 20,000 രൂപ ഇട്ട് തന്നിട്ടില്ല. നീ വിചാരിച്ചേക്കണം എൻ്റെ 20,000 രൂപ പോയെന്നാണോ? പോടെ. ഇനി ഇവരെ സാറും മാഡം ഒക്കെ നോക്കട്ടെ. ഒന്ന് സാർ ഏതാണിപ്പോൾ? സാറിൻ്റെ ഇപ്പോൾ പ്രൊഫൈലിൽ ഇതാണ് അക്കൗണ്ട് നമ്പർ ഉള്ളത്. ഇത് ഇവന്മാരനെ മാറ്റിയാണ് കേട്ടോ, നൈസായിട്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ അർജുൻ മോൻ അയച്ചു കൊടുക്കട്ടെ. ഇനി മറ്റേ മാഡം ഉണ്ടല്ലോ, ഇവരുടെ ഏതോ ഒരു എക്സിക്യൂട്ടീവ് ഉണ്ടല്ലോ, എക്സിക്യൂട്ടീവിനെ വിളിച്ച് കാര്യം പറയണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് അയച്ചു കൊടുത്തതിനകത്ത് ഞാൻ കൊടുത്ത അക്കൗണ്ട് നമ്പർ ഞാൻ മറന്നുപോയല്ലോ, ഫേക്കായിരുന്നു സംഭവം. 101208 1012. മോനെ കുട്ട അർജുനെ, നീ അയച്ച വോയിസ് റെക്കോർഡ് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ പപ്പായ്ക്ക്. എന്താ ഇത്? അയ്യോ, അവൻ എനിക്ക് വേണ്ടി എന്തോ കഷ്ടപ്പെടുന്നു നോക്കിയേ. ചേട്ടാ കുട്ടാ അയച്ചിട്ടുണ്ട്. അയ്യോ അവന് വിഷമമായി. മേഡത്തിനോട് കാര്യം പറയട്ടെ. ഹലോ മേഡം, എനിക്ക് ഒരു അബദ്ധം പറ്റിയായിരുന്നു കേട്ടോ. ഞാനേ എൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തതിനകത്ത് ലാസ്റ്റ് 2 ആയിരുന്നു കൊടുത്തതെന്ന് എൻ്റെ ഓർമ്മ, പക്ഷേ 6 കാണിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ അർജുൻ ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ചെയ്തിട്ട്. മാഡം എന്താ അതിൻ്റെ പേരെന്തായിരുന്നു? ഇപ്പോൾ റീഡ് ചെയ്തിട്ട് നമുക്കില്ലാത്ത ടെൻഷനായിരിക്കും ഇനി അവർക്ക്. നോക്കാം, വെയിറ്റ് ചെയ്യാം. അയ്യോ, മാഡം സൊല്യൂഷനായിട്ട് വന്നിട്ടുണ്ടേ, നോക്കട്ടെ മാഡം എന്താ പറയണമെന്ന്. മാഡം ഇപ്പോൾ പേടിച്ചു കാണും. എനിക്ക് അതൊന്ന് അയച്ചൊരു പാസ്ബുക്കും സാറ് വിഡ്രോ ചെയ്തിട്ടുണ്ടാവുമല്ലോ, വിഡ്രോ സ്ക്രീൻഷോട്ടോന്ന് ഫോർവേഡ് ചെയ്ത് തന്നെ ഒന്ന് ചെക്ക് ചെയ്യാനാണേ. പാസ്ബുക്ക് ഇപ്പോൾ നിലവിൽ എൻ്റെ കയ്യിൽ ഇല്ല മാഡം, അത് ഞാൻ ഫോണിൽ നിന്ന് എടുത്തിട്ടാണ് അയച്ചു തന്നെ അക്കൗണ്ട് നമ്പറേ. അതെ ഇവനാണ് ടെൻഷൻ കൂടുതൽ. മാഡം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഫോണിൽ നിന്നാണ് അയച്ചത് അക്കൗണ്ട് നമ്പർ, പാസ്ബുക്ക് എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുടെ വിചാരം ഞാനിപ്പോൾ അങ്ങോട്ട് പെട്ടിരിക്കുകയാണ്. അപ്പം മണ്ടന്മാരെ, നിങ്ങൾക്ക് 20,000 രൂപ കിട്ടിയിട്ടില്ല.
അത് ആദ്യം നോക്കുക, നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് ആദ്യം നോക്ക്. നിങ്ങൾക്ക് ഞാൻ 20,000 രൂപ അയച്ചിട്ടില്ല മണ്ടന്മാരെ. എനിക്കത് എന്തെങ്കിലും ഇപ്പൊ നെറ്റ് ബാങ്ക് ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഫോർവേഡ് ചെയ്ത് തരുമോ? എനിക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് 2 ആണ്, അത് ഞാൻ കൺഫേം ആക്കി. അവസാനം 442 ആണ് വരുന്നത്, പക്ഷെ ഇതിൽ 6 ആണ് കാണിക്കുന്നത്. ഇനി ദേവന്മാർ എന്ത് ചെയ്യുന്നറിയോ, നമ്മുടെ തലേക്കിടും. നമ്മൾ ടൈപ്പ് ചെയ്ത അക്കൗണ്ട് നമ്പർ മിസ്റ്റേക്കാണ്, നമ്മുടെ തെറ്റാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേരിലേക്ക് ഈ സാധനം ഇടും കേട്ടോ. നോക്കിയോ, അടുത്ത വോയിസുകളൊക്കെ അതായിരിക്കും. ഇനി സംഭവം എന്താ, നമ്മൾ അയച്ചു കൊടുത്തത് 442 തന്നെയാണ്. അത് അവരവിടെ നൈസായിട്ട് ചേഞ്ച് ചെയ്തു, മനസ്സിലായോ? അപ്പോൾ ഇവർ തന്നെ സൈറ്റാണെന്ന് എനിക്ക് മനസ്സിലായത്, ഫേക്കായിട്ട് ഉണ്ടാക്കിയതാണെന്നുള്ളത്. നോക്കിയോ, മാഡത്തിന് എന്തോ പറയാനുണ്ട്. അല്ല, എനിക്കത് ഫൈനാൻസിൽ കൊടുക്കണം. അപ്പൊ അവർ ചോദിക്കും ഇതെങ്ങനെ മനസ്സിലായി, പ്രൂഫ് ഷെയർ ചെയ്ത് തരൂ ചോദിക്കും. അവർക്ക് ബാങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊന്ന് അയച്ചായോ? ഞാൻ അയച്ചു തരാം, നോക്കട്ടെ കേട്ടോ ഉണ്ടോന്ന് നോക്കട്ടെ. നമുക്ക് അക്കൗണ്ട് നമ്പർ ബൈ ഹാർട്ട് ആണെങ്കിൽ എനിക്ക് അക്കൗണ്ട് നമ്പർ IFSC കോഡും അക്കൗണ്ട് ഹോൾഡറിന്റെ പേരും മെസ്സേജ് ആയിട്ട് കൃത്യമായിട്ട് ഒന്ന് അയച്ചാൽ മതി. ഇവരായിട്ട് കളിപ്പിക്കാൻ നല്ല രസമാട്ടോ. ഇപ്പം റിപ്ലൈ വരും, നോക്കാം. മാഡത്തിന് വീണ്ടും എന്തോ പറയാനുണ്ടോ നോക്കാം. ഈ വിഡ്രോ ചെയ്ത സ്ക്രീൻഷോട്ട് കൂടെ തരും. അതിലല്ലേ മിസ്റ്റേക്ക് ആണെന്ന് അറിഞ്ഞേ. അപ്പൊ ആ വിഡ്രോ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടും കൂടെ ഒന്ന് ഫോർവേഡ് ചെയ്ത് തരും എനിക്ക്. വിഡ്രോ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇപ്പം തന്നെ ഫോർവേഡ് ചെയ്ത് തരാമല്ലോ. നീ കുട്ടപ്പൻ അയച്ചു കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് അർജുൻ മോൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് വിഡ്രോവൽ ഇൻഫർമേഷൻ. ഫോർവേഡ് ആർക്കാണ്? നമുക്ക് മാഡത്തിനല്ലേ അയക്കേണ്ടി, മാഡത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വെയിറ്റ്. അർജുൻ വോയിസ് അയച്ചിട്ടുണ്ട്, നോക്കട്ടെ എന്താണ്. എടാ നീ തന്നെ അല്ലേടാ അത് മറ്റവനെ, നീ നിൻ്റെ മറ്റേ വേറെ കമ്പ്യൂട്ടറോ വേറെ എന്തോ സോഫ്റ്റ്വെയർ വഴി പെണ്ണിൻ്റെ സൗണ്ടിൽ നീയല്ലേ സംസാരിക്കുന്നത് ഇപ്പം? വേണ്ടൊന്നുമില്ല. മാഡം പറഞ്ഞു എന്താ അറിയോ, ഇപ്പം നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അയച്ചു കൊടുത്തു എല്ലാ ഡീറ്റെയിൽസും കേട്ടോ. ആയിക്കോട്ടെ സാർ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ബാങ്കിലേക്ക് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, ഫിനാൻസ് മാനേജർ മാഡം പറഞ്ഞിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഇത് മാഡം ഓക്കെ ആവുമല്ലോ, വേഗല്ലേ ഡിലേ ആവോ? ഫൈനാൻസ് മാനേജർ സാറിന് നേരിട്ട് വിളിച്ച് സംസാരിക്കണം പറഞ്ഞിട്ടുണ്ട്. ആള് വിളിക്കും, കോൾ എടുക്കും കേട്ടോ. ദേ വിളിക്കുന്ന ഫിനാൻസ് മാനേജർ, നോക്കട്ടെ. ഹലോ ഹലോ സാറേ, ഒതില്ലേ? അതേലോ, ആരാണ്? പറഞ്ഞോളൂ. സ്റ്റീവ് ആണ് സാറേ, ഫിനാൻസിൽ വിളിക്കുവാണ്. വിളിക്കുന്നു പറഞ്ഞല്ലേ, മേഡം പറഞ്ഞല്ലേ വിളിക്കുമെന്ന്. അപ്പൊ സാറിന് ഡീറ്റെയിൽസ് ഇല്ലേ സാർ? ഈ ഫില്ല് ചെയ്താലോ സാർ അക്കൗണ്ട് നമ്പർ? ഞാൻ തന്നെ ഫില്ല് ചെയ്തേ. സാറിന് ഡീറ്റെയിൽസ് മിസ്റ്റേക്ക് ആണ് സാർ. ഇപ്പൊ ബാങ്കിൽ തന്നെ വിളിച്ചായിരുന്നു. അപ്പൊ ഈ എമൗണ്ട് തിരിച്ച് റിട്ടേൺ വന്നിട്ട് നമ്മുടെ ബിസിനസ് അക്കൗണ്ട് ബ്ലോക്ക് ആയിട്ടിരിക്കുവാണ്, ഇൻവെസ്റ്ററിന്റെ. ബിസിനസ് ആണല്ലേ അറിയാമല്ലോ സാറ്? മേഡം പറഞ്ഞ സാറിന് ബിസിനസ് അക്കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല, എന്തെങ്കിലും ബ്ലോക്ക് ഇഷ്യൂ വരുവാണെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ സാറ്? ഗൂഗിൾ പേയിൽ സാർ ചെയ്തത്? അതെ ഗൂഗിൾ പേ ചെയ്തേ. അതന്നെ നമ്മുടെ ബിസിനസ് അക്കൗണ്ടിൽ നിന്നാണ് സാറിന് ഫണ്ട് അയച്ചു തന്നത്. ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എമൗണ്ട് നമ്മുടെ ബ്ലോക്ക് ആയിട്ടിരിക്കുവാണ് സാർ, തിരിച്ചു റിട്ടേൺ. അത് അക്കൗണ്ട് ഹോൾഡർ നെയിം ഒന്നും കാണിച്ചിട്ടില്ല അയച്ചപ്പോ. കാണിച്ചിട്ടില്ല. ഓക്കെ. നമ്മൾ ഫണ്ട് അയക്കുമ്പോൾ കാണിക്കുന്നതാണ്. സാറിന്റെ കാണിക്കുന്നതാണ് എമൗണ്ട് അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ് ബാങ്കിന്റെ സൈഡിൽ. പിടിച്ചു വെച്ച്. അപ്പോൾ ഓൾറെഡി അത് ക്രെഡിറ്റ് ആയിട്ടില്ല, എവിടെയും ക്രെഡിറ്റ് ആയിട്ടില്ല അല്ലേ? ഇല്ല, റിട്ടേൺ അതിൽ ബ്ലോക്ക് ആയിട്ടിരിക്കുന്നു സാർ. അതിൽ ക്രെഡിറ്റ് ആവുകയാണെങ്കിൽ സാറിന്റെ ബ്രാഞ്ചിൽ നമുക്ക് വിളിച്ച് പറഞ്ഞത് ബ്ലോക്ക് ചെയ്ത് എടുത്ത് തരാൻ പറ്റുമായിരുന്നു. ഇത് അങ്ങനെ പോലും പോയിട്ടില്ല, എമൗണ്ട് ബ്ലോക്ക് ആയിട്ടിരിക്കുമല്ലേ? ബ്ലോക്ക് ആയിട്ടിരിക്കുവാണല്ലേ? അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? സാറിന് ക്ലിയർ ചെയ്യണം, ഫിനാൻഷ്യൽ സർവീസ് ക്ലിയർ ചെയ്യണം. സാറിന്റെ ഗ്യാരണ്ടി പേഴ്സൺ അല്ലേ, രണ്ടുപേര് സാർ വെച്ചിട്ടില്ല, ഒരു ഫാമിലി ഫ്രണ്ട് ഒരു ഫ്രണ്ടും ഉണ്ടല്ലോ. അതെ. സാർ ഇപ്പൊ നാളെ നമുക്ക് ഓഗസ്റ്റ് 15 ലീവാണ്. മറ്റന്നാളിലാണ് സാർ ക്ലിയർ ചെയ്യണം, നേരിട്ട് വന്ന് കേട്ടോ. എവിടെ വരണ്ടേ? നമ്മുടെ ബ്രാഞ്ച് വന്നാൽ മതി സാറേ. ബ്രാഞ്ച് എവിടെയാണ് വരുന്നത്? സാറിന് അറിയത്തില്ല കമ്പനിയോടാണ്? കമ്പനി എവിടെയാ? ഇല്ല, അറിയില്ല. സാർ ഇത്ര എമൗണ്ട് തന്നെ സാർ അടച്ചത്, കമ്പനിയുടെ പേര് അറിയാവോ? ഞാൻ എവിടെ അടച്ചു എമൗണ്ട്? സാറ് പൈസ അടച്ചില്ലേ? ഇല്ല സാർ, പൈസ അടച്ചിട്ടില്ല? ഇല്ല, അടച്ചിട്ടില്ല. അപ്പൊ ശരി സാർ എന്നാ. നിങ്ങൾ ഉടായിപ്പാന്ന് എനിക്ക് അറിയാമല്ലോ. ഉടായിപ്പ സാർ മനസ്സിലായി. ഞാൻ ബാങ്കിൽ വിളിക്കാൻ പറയാം സാറിനെ. ഇനി എന്നെ വിളിക്കണ്ട കേട്ടോ, കാരണം പെനാൽറ്റി നീ കമ്പോഡിയല്ലേ നിൽക്കുന്നത്? നീ എങ്ങനെ ബാങ്കിൽ മാനേജർ ആവുന്നേ? സാറേ, ബാങ്കിലുമായതല്ല, ഞാൻ ഇൻഫ്യൂഷൻ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ കമ്പനിയിൽ, അതായത് നമ്മുടെ ഇൻടെക് എന്ന് പറയില്ലേ, ഫിൻടെക് കമ്പനിയുടെ. ഫിൻടെക്കിന്റെ ഫിനാൻഷ്യൽ മാനേജർ. നീ കൂടുതൽ കുണക്കാൻ നിൽക്കണ്ട കേട്ടോ. നീ മറ്റുള്ളവരുടെ ഉണ്ടാക്കിയ പോലെ എനിക്കിട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട നീ. തട്ടിപ്പാന്നാ പറയുന്നത്? അതെ, തട്ടിപ്പാ. നീ നിനക്ക് അയച്ചെന്ന പാൻ കാർഡും ആധാർ കാർഡും തട്ടിപ്പാ, പിന്നല്ലേ? വെച്ചിട്ട് പോയി. അവനെ ട്രിവാൻഡ്രംകാരനാണ് കേട്ടോ. എൻ്റെ സ്ലാങ് കണ്ടറിയാം. ട്രിവാൻഡ്രം അല്ലെങ്കിൽ കൊല്ലം.
ഇവനൊക്കെ പച്ചക്കിരുന്ന് അവിടെ പോയി അടിമപ്പണി എടുത്തിട്ട് ഇവന്മാരെ തൊഴിയും കൊണ്ടിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് അവിടെ പോയി വർക്ക് ചെയ്യുന്ന ആ ടീമാണ് ഈ കംബോഡിയയിൽ. ഹലോ, ആ അതെ അതെ അതെ. എന്തിനാ വെക്കുന്നേ? തട്ടിപ്പാണോ നീ? എടാ നീ പോടാ, നീ നീ എവിടെ കംബോഡിയയിലാണുള്ളേ? ആ ബാംഗ്ലൂരാണോ? നീ പറഞ്ഞ ചെന്നൈ ആണെന്നുള്ള പറഞ്ഞ ആദ്യം. ബംഗർ നിന്റെ മോനെ. എടാ നീ തട്ടിപ്പല്ലേ, നിനക്ക് അയച്ചു സാധനം മൊത്തം ഫേക്കാടാ. ആധാർ കാർഡും പാൻ കാർഡും നിന്റെ സെൽഫി ഫോട്ടോ എല്ലാം ഫേക്കാടാ. നിനക്കത് സ്ക്രീൻഷോട്ടും ഫേക്കാടാ. നീ എന്ത് മാനേജർ എന്ന് പറഞ്ഞു? നീ ഫിനാൻഷ്യൽ മാനേജറോ? നീ 10 പഠിച്ചിട്ടുണ്ടോ? എടാ പോടാ അവിടുന്ന്. ആ നീ വാ നീ കാണിക്കാൻ വാ നീ ഇങ്ങോട്ട്. എടാ നിനക്ക് റിയൽ അഡ്രസ് വേണോ? എടാ പോയി കേസ് കൊടുക്കടാ. നിന്നെ പറ്റിച്ചില്ല, നീ കൊണ്ട് കേസ് കൊടുക്കടാ. പേടിച്ചിട്ട് പോകാതെ സംസാരിക്കടാ. നീ വേറെ പണി നിന്റെ കാണുന്നോ? ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ. എടാ നീ അടുത്ത ദിവസം നിനക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തരാം. നീ ഡയറക്റ്റ് ഓഫീസിൽ വന്നിട്ട് ബാക്കി സംസാരം. അന്ന് ടിക്കറ്റ് എടുത്ത് തരുമോ നീ? ആ ടിക്കറ്റ് എടുത്ത് തരുമോ നീ? ഞാൻ വരാം ബാംഗ്ലൂര്. എടാ ചലക്കാടാ നീ. ഞാൻ പറഞ്ഞിട്ട് നീ വരോ ബാംഗ്ലൂര് ടൗണില്? എന്താ കൂക്കൂന്ന് പറയാ? കാര്യം പറയടാ തുറന്നിട്ട്. എടാ നിന്റെ നിന്നൊക്കെ പൊക്കിയിട്ട് വീട്ടിൽ ഇന്ത്യയൊക്കെ കണ്ടോ? ഇവൻ പേടിച്ചു പോയത്. ഇവൻ്റെ വോയിസ് അല്ല എന്നാണ് ഇപ്പം എൻ്റെ അടുത്ത് പറയുന്നത്. അതെന്തോ ആയിക്കോട്ടെ, ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവന് പേടിയായി. എന്നിട്ട് ഇവന്മാരുടെയൊക്കെ സ്ഥിരം ഭീഷണി. എൻ്റെ ഓഡിയോ എടുത്തിട്ട് വേറെ തട്ടിപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നു. എന്നാൽ യൂസ് ചെയ്യട്ടെ, ഒന്ന് കാണണമല്ലോ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സൈബർ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥർ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ എന്താണ്, ഇത്രയൊക്കെ അറിയാത്തതാണോ, അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള ആളല്ലേ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലൊക്കെ തട്ടിപ്പിൽ വീണ് പോകുന്നതെന്ന്. അതല്ല ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക. ഞാൻ ഇപ്പൊ ഈ കാണിച്ച ഈ ഒരു തട്ടിപ്പ് എന്ന് പറഞ്ഞാല് ഒരു സാധാരണക്കാരന് ഓടില്ല. അവൻ വിചാരിക്കും ഇത് ഫേക്ക് അല്ല, ഒറിജിനൽ ആണെന്നുള്ളത്. ഈ വീഡിയോ കണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇത്തരത്തിൽ തട്ടിപ്പിൽ നിങ്ങൾ പോയി ചാടരുതെന്നുള്ളത്. പക്ഷെ ഇങ്ങനെ ആരെങ്കിലും കംപ്ലൈന്റ് ആയിട്ട് വന്നാൽ അതിന്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ചെയ്ത് കൊടുക്കുക. സൈബർ സെല്ലായാലും പോലീസ് ആണെങ്കിലും. ഇത് പെടുന്നവർ കുറെ ആൾക്കാരുണ്ട്, പുറത്ത് പറയാത്ത ആൾക്കാരുണ്ട്. ഓക്കെ, ഗുഡ് ബൈ.